ശാന്തിയിൽ ദിവസേന 3 കളികൾ. കൊള്ളാമല്ലോ. രാജാ, ചായ കുടിച്ച് രാവിലെ ഇവിടെ കുത്തിയിരിക്കാതെ ഈ ഭാര്യ നോക്കിയിരിക്കാതെ നീ വീട്ടിൽ പോയി നിന്റെ ഭാര്യ നോക്കിനടാ. പോയിടാ. എന്റെ ഭാര്യ വീട്ടിലില്ല. ഈ ഭാര്യ കൊള്ളാം. നടക്കടാ ഇങ്ങോട്ട്. നടക്കടാ. ഇരിക്കടാ. അവിടെയല്ല താഴെ. എനിക്കടുപ്പത്തിലൊരു ചായ, അവനൊരു ഗ്ലാസ് പച്ചവെള്ളം. അവന് വെള്ളം മതിയോ? അവന് പച്ചവെള്ളം പോലും കൊടുത്തു പോകരുത്. എന്നെ ഇട്ട് ഓടിച്ചവനാണ് അവൻ. അതും ഈ കാറ്റുപിടിക്കുന്ന നിക്കറോടുകൂടി. എന്ത് കുറ്റമാണ് ഇവൻ ചെയ്തത്? ഇവൻ ചെയ്ത കുറ്റമോ? ഇവൻ സ്വന്തം വീട്ടിൽ കയറി മോട്ടിച്ചു. നിനക്ക് നാളമല്ലടാ സ്വന്തം വീട്ടിൽ കയറി മോട്ടിക്കാൾ. എന്റെ സ്വന്തം വീടല്ല, പിന്നെ പ്രഭാകരൻ മുതലാളിയുടെ വീടിന്റെ പേരാണ് സ്വന്തം വീട്. കളയിരിക്കുമ്പോൾ വാളാടുന്നു. ഞാൻ പറയാം, പ്രഭാകരൻ മുതലാളിയുടെ സ്വന്തം വീടാണ് സ്വന്തം വീട്. എത്ര സ്വന്തമാണ്? ഏമാനെ തെറ്റിയിരിക്കുന്നു. ഞാൻ അത് മനഃപൂർവ്വം തെറ്റിച്ചതാണ്. അതെന്തിനാണ്? പറയുമ്പോൾ എന്തെങ്കിലും കോമഡി വേണ്ടേ? ഞാൻ പറഞ്ഞത് കോമഡിയാണ്. യമാന ചായ കുടി. ഈ ചായക്ക് ഒരു കളറില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇത്രയും കളർ കിട്ടിയ ഏമാന്റെ ഭാഗ്യം. അലീക്ക, പേർഷ്യയിൽ പോയ സുധാകരനല്ലേ വരുന്നത്? അമ്പട സുധാകര, ശരിയാണല്ലോ. അലീക്ക, സുധാകര, അലീക്ക, സുധാകര, അലീക്ക, സുധാകര, സുധാകര. നിർത്താൻ. എന്ത് കോപ്രായമാണ് നിങ്ങൾ കാണിക്കുന്നത്? അലീക്കയ്ക്ക് ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൂട്ടമാണ്? പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന റേഡിയോ. പടച്ചോനെ, വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നതാണ് ഈ റേഡിയോ. സുധാകര, നിനക്ക് ഒരുപാട് പുണ്യം ഉണ്ടാകും, ഒരുപാട് പുണ്യം. അപ്പൊ ഇനി എല്ലാവർക്കും പാട്ട് കേട്ടിരുന്ന് ചായ കുടിക്കാം. അത് കാര്യമാണ് പറഞ്ഞത്. അല്ല സുധാകര, ഈ സൂത്രത്തിൽ എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്? അലീക്ക, ഈ സുനയിൽ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ പാട്ട് കേൾക്കും. പിന്നെയും പിന്നെയും തിരിച്ചാൽ ഒരുപാട് സ്റ്റേഷനുകൾ വരും. പോലീസ് സ്റ്റേഷൻ വരുമോ? പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് വരില്ലടാ, നമ്മൾ അങ്ങോട്ട് പോണം. അവിടെ ചെന്നാൽ ഇടിച്ച് നിന്നെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ റാസ്കിൾ? സുധാകര, 5 വർഷമായല്ലോ നീ പേർഷ്യയിൽ പോയിട്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടുകാർ എന്ത് പറഞ്ഞു? ഞാൻ വീട്ടിലേക്ക് വന്ന് മുറിക്കകത്തേക്ക് കാലെടുത്തു കുത്തിയതും അങ്ങോട്ട് പിടിച്ച് തിരിക്കല്ലേ. ഞാൻ അങ്ങോട്ട് തിരിച്ചതല്ല, ഇങ്ങോട്ട് തിരിച്ചതാ. പേർഷ്യക്കാരൻ സുധാകര, എന്താണ് പേർഷ്യയിൽ ശമ്പളമൊക്കെ എങ്ങനെ ഉണ്ട്? എന്റെ കഷ്ടപ്പെട്ട പണിയാണെങ്കിലും എന്റെ ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഞെക്കല്ലേ, ഞാൻ ശരിയാക്കി തരാം. ആകാശവാണി പ്രധാന വാർത്തകൾ. പേർഷ്യയിൽ നിന്നും റേഡിയോ മോഷ്ടിച്ച മലയാളി യുവാവിനെ അറബി പോലീസ് തിരയുന്നു. മാത്രമല്ലല്ലോ പേർഷ്യയിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. കേൾക്കുന്നതൊന്നും സത്യമല്ല, പിന്നെ കാണുന്നതാണ് സത്യം. എന്നാലും സുധാകര, റേഡിയോയുമില്ല, ഒരു കീടിയോയുമില്ല. പോയിനടാ സുധാകര, നിന്ന് കാണിച്ചു തരാം. ഒരു പേർഷ്യക്കാരൻ. എടാ രാജാ, വീട്ടിൽ പോ, ഞാൻ കടയടയ്ക്കാൻ പോവാണ്. കടയിൽ നിന്നാണ് അടയ്ക്കുന്നത്, സമയമായില്ലല്ലോ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ജയിക്കിന്റെ ഗ്രന്ഥശാലയുടെ പരിപാടിക്ക് 2 പയ്യന്മാരുടെ മിമിക്രി ഉണ്ട്. KS രാജ്, കൊല്ലം സിറാജ് ചേർന്ന് അവതരിപ്പിക്കുന്ന മിമിക്രി. മിമിക്രിയോ? എന്താണ് മിമിക്രി? അയ്യോടാ, ഒന്നും അറിയില്ലേ? നീ നാട്ടുകാരോട് കാശ് കടം മേടിച്ചിട്ട് വീട്ടിൽ പോയി ഒളിച്ചെടുക്കുമ്പോ അത് ചോദിക്കാൻ പറഞ്ഞോട് പാത്രത്തിന് ഒച്ച വെക്കത്തില്ലേ? അയ്യോ, ഇവിടെ ആരുമല്ല, പോയിട്ട് അങ്ങനെ പറയുന്നതാണ് മിമിക്രി. ആണോ? അങ്ങനെയാണെങ്കിൽ KS രാജിന്റെയും കൊല്ലം സിറാജിന്റെയും മിമിക്രി കണ്ടിട്ട് തന്നെ കാര്യം. പറയണടാ.